വന്നിട്ട് കുറേ നേരമായോ? ഏയ് ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ പുതിയ പാലം കാണാമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങി നടന്നു. നീ വിളിച്ചപ്പോൾ ഞാൻ കാപ്പിക്കുരു പറക്കുമായിരുന്നു. പിന്നെ അത് എടുത്ത് വെച്ചിട്ടാ പോന്നേ. അല്ല, പുതിയ പാലം എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത്രയും വലിയ പാലം ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം കടത്തൊന്നും കാണില്ലല്ലോ. ഓ, പാലം വന്ന പിന്നെ കടത്തൊക്കെ നിന്നു. അപ്പം മത്തായിച്ചനോ? പുള്ളി ഇപ്പോൾ കൃഷിയും പരിപാടിയൊക്കെ നടക്കുക. നീ ക്രിസ്മസിന് കാണില്ലേ? സംശയ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. കുറേ കാലം കൂടി വരുമല്ലേ, പറ്റുമോ നോക്ക്. അല്ല, ഇനി എന്താ നിൻ്റെ പരിപാടി? കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ പയ്യെ പറയാം. ഇതേതായി വെള്ളം? അത് നമ്മുടെ കൊച്ചാപ്പിയുടെ. പാലം വന്നാൽ പിന്നെ പുള്ളി മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. വള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥ പറയാം. കഥയോ? ഇച്ചിരി പഴയ കഥയാ, നീ കേട്ടിട്ടുണ്ടാവില്ലേ? പണ്ട് ഇവിടെ ഈ കടത്തുണ്ടായിരുന്നപ്പോഴേ എല്ലാവരുടെ കാലം തന്നെ സ്വന്തമായിട്ട് വള്ളം തോണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരാൾ അക്കരയ്ക്ക് പോകാനായിട്ട് തോണിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പെണ്ണ് പുള്ളിക്കാരി വന്ന് ഇയാളോട് ചോദിക്കുക, ചേട്ടാ അക്കരയ്ക്കാണ് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന്. അയാൾ പറഞ്ഞു, പിന്നെന്താ കയറിക്കോന്ന്. ഇവർ വള്ളം എടുത്ത് കുറച്ചങ്ങ് ഇറങ്ങിയപ്പോഴേക്കും കരോട്ടൊന്ന് ഈ തോണിക്കാൻ്റെ ഒരു കൂട്ടുകാരൻ നിക്കടാവേ അക്കരയ്ക്കാണെങ്കിൽ ഞാൻ ഉണ്ടേ എന്നും പറഞ്ഞ് ഓടി വരുക. വെള്ളം കുറച്ചങ്ങ് മാറിയുള്ളൂ, ഒരു മുട്ടപ്പം വെള്ളം കാണും. ഈ കൂട്ടുകാരൻ ഓടി വന്ന് വള്ളത്തിലേക്ക് ചാടിക്കയറി. ഇവരിങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞ് പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ കൂട്ടുകാരൻ തോണിക്കാരനോട് പറയുക, എടാവേ എന്നാൽ ഒരു കാര്യം ചെയ്യേ, പങ്കായോ എനിക്കിതാ, നീ ഇവിടെ ഇറങ്ങിക്കോന്ന്. ഇത് കേട്ടവൻ തോണിക്കാരൻ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. എന്നിട്ട് ഇക്കരയ്ക്ക് നീന്തി. ആ എന്നിട്ട് ഈ കൂട്ടുകാരൻ തുഴഞ്ഞു കഴിഞ്ഞ പുഴയുടെ ഒരു മുക്കാലെത്തിയപ്പോൾ അവൻ എന്നാ ചെയ്തു, അവൻ പങ്കായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് അക്കരയ്ക്ക് നീന്തി. എന്നിട്ട് എന്നാ അവൻ തോണിയും പെണ്ണും കൂടെ ഒഴുകി ഒഴുകി താഴത്തോട്ടങ്ങ് പോയി. അയ്യേ, ഇതെന്ത് കഥ ഇത്? ചില കഥയൊക്കെ എങ്ങനെയാടാ, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പിന്നീട് ചിന്തിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ടതേ നമ്മളിതിലാരാന്നാ, തോണിക്കാരനാണോ അതോ രണ്ടാമത് വന്ന കൂട്ടുകാരനാണോ? അതെ, ഞാനാണെങ്കിൽ പുള്ളിയോട് പറഞ്ഞിരിക്കുന്നേ പൈസ നിൻ്റെ ഒരു ആവശ്യത്തിനാണ്. പുള്ളി അങ്ങനെ നിന്നെ ചോദിക്കുവാണെങ്കിലേ നീ വല്ല ബിസിനസ്സിനാ പെട്ടെന്നൊരാവശ്യം വന്നോണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. പുള്ളി അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. നീയായിട്ട് പുള്ളിയോട് പൈസ ആരും ചോദിക്കാനാ പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ചേട്ടേ, നമ്മളിന്നിപ്പോൾ എവിടെ കിടക്കണേ? പേരപ്പൻ്റെ അടുത്തോ അതോ? നമ്മളിന്ന് മേളത്തെ വീട്ടിലാണ് കിടക്കുന്നേ. നീ പേടിക്കണ്ട, പേരപ്പൻ ഇടയ്ക്കൊക്കെ അവിടെ വൃത്തിയാക്കാറുള്ളതാ. പിന്നെ ഞാനും ഇടയ്ക്ക് വന്ന് നിൽക്കാറുള്ളതാ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പേരപ്പനോട് ആവശ്യത്തിന് മാത്രം മിണ്ടിയാൽ മതി. നീയായിട്ട് ആവശ്യമില്ലാതൊന്നും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ശരി ശരി. പേരപ്പൻ എന്നാ പുറത്ത് വെക്കുന്നേ? ഞാൻ കുറേ മുളക് പറിക്കുമായിരുന്നു. പിന്നെ എന്നോട് വിശേഷമൊക്കെ? കണ്ടില്ലേ, ഇവൻ വന്ന തന്നെ വിശേഷം. പിന്നെ കൊക്കോയൊക്കെ എങ്ങനെയുണ്ട്? തിരക്കേടില്ല, കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്ക് എന്നാ ഉണ്ടോ വിശേഷം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകണു. പേരമ്മ എന്തി? അവളും ചക്രം കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക, 2 ദിവസം കഴിയും വരാൻ. എന്നാൽ പിന്നെ ഞങ്ങൾ കയറുന്നില്ല, വെറുതെ പേരപ്പന് പണിയാവാനായിട്ട്. ആ താക്കോലിങ് വന്നേര്, ഞങ്ങൾ മേലോട്ടങ്ങ് പോയേക്കാം. നിങ്ങൾ മുകളിലേക്ക് പൊക്കോ, ഞാൻ പിന്നാലെ താക്കോലുമായിട്ട് വന്നേക്കാം. എന്നാൽ പിന്നെ അങ്ങനെ വാടാ, നമുക്ക് മേലോട്ടാക്കാം. ചേട്ടാ എങ്ങനെയാ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നേ? ഇടാതെ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വലിയ ചിലവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്, ഞാൻ ഹാപ്പിയാ. ഇനി നീ ഹാപ്പി അല്ലാത്ത എന്തുകൊണ്ടാന്ന് പറയട്ടെ. നീയൊന്നും പൈസയുടെ പറയുക, നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. നീ അതുകൊണ്ട് എന്തെങ്കിലും ഇടാട ഒപ്പിക്കുന്നല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ എന്നാ ഉണ്ടറാ? ചേട്ടാ എന്നാ ഇങ്ങനെ? ഞാനിപ്പോൾ നീ ഏകദേശം പോലെ ആയില്ലേ, ഇപ്പം ഞാനും അപ്പനെ പോലെ ആടാ. ചേട്ടാ അന്ന് പറഞ്ഞ കഥയിൽ ആ രണ്ടാമത് വന്ന കൂട്ടുകാരൻ അത് ഞാനല്ലേ? ഇപ്പം പൈസയൊക്കെ ആയില്ലേ, നീ ഹാപ്പിയാണോ?